അമ്മ പേടിക്കണ്ട, അച്ഛനൊന്നും സംഭവിക്കില്ല. ദിവസങ്ങൾക്കുള്ളിൽ അച്ഛൻ തിരിച്ചെത്തും, ഉറപ്പ്. ഞാനൊന്ന് കുളിക്കട്ടെ. ഇവളെപ്പോഴാ എസ് പിയെ കാണാൻ പോയത്? അച്ഛനമ്മയും കഴിച്ചോ? അവര് നേരത്തെ കഴിച്ചിട്ട് കിടന്നു. എന്നാ നീ ഇരിക്കെ. ഞാൻ കഴിച്ചു. ദീപ്തി ആയിട്ടില്ലെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. ആ മാഷിനെ കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ ശ്രീയേട്ടാ? എന്താ? അല്ല, വിക്രം ചേട്ടന്റെ അച്ഛനല്ലേ സുധാകരൻ മാഷ്, പുള്ളിക്കാരനെ കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ? അതെന്തിനാ എന്നോട് ചോദിക്കുന്നത്? എനിക്കെങ്ങനെ അറിയാം? അല്ല, ചോദിച്ചെന്നേ ഉള്ളൂ. മക്കള് നന്നായിരിക്കണം, അല്ലെങ്കിലേ തന്തമാർക്കും തള്ളമാർക്കും ഇതായിരിക്കും ഗതി. നോക്കണ്ട, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. കുടുംബത്തിന്റെ ഐക്യത്തിനെ അന്തസ്സിനെയൊക്കെ തട്ടിത്തെറിപ്പിച്ച് ഇറങ്ങി പോവാൻ എളുപ്പമാ. പക്ഷെ ചെന്ന് കയറുന്ന സ്ഥലത്തിന്റെ കൂടി സമാധാനം കെടുത്താനാണോ പോകുന്നെന്ന് നോക്കണം. നിന്റെ ചേച്ചി ആലോചിക്കായിരുന്നത് അതാ. അതിനിപ്പോ ചേച്ചി ചെന്നതുകൊണ്ടാണോ വിക്രം ചേട്ടന്റെ അച്ഛൻ മിസ്സിംഗ് ആയത്? അങ്ങനെയാണെങ്കിൽ ചേച്ചി അവിടെ എത്തിയിട്ട് കൊല്ലം ഒന്നായി. എന്നിട്ട് ഇപ്പോഴാണോ ആ അച്ഛൻ ഇറങ്ങി പോകാൻ തോന്നിയത്? ചേച്ചി അവിടെ ചെന്നതിന് ശേഷം വിക്രം ചേട്ടന്റെ സ്വഭാവത്തില് നല്ല മാറ്റമേ വന്നിട്ടുള്ളൂ. മാത്രമല്ല, ആ വീട്ടിലെ മുഴുവൻ ആളുകൾക്കും ചേച്ചിയെ വലിയ കാര്യവുമാ. അത്ര വലിയ കാര്യമാണെങ്കിൽ അവൾ അവിടുത്തെ ജീവിതം അവസാനിപ്പിച്ച് തിരിച്ചു വരേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾ എന്തായി പറയുന്നത്? വേദ തിരിച്ചിങ്ങോട്ട് വരാൻ പോവാണോ? നീ നോക്കിക്കോ, അവള് തിരിച്ചു വരും. ആ വീട്ടിലെ ജീവിതം ശാശ്വതമല്ലെന്ന് അവൾക്ക് മനസ്സിലായിട്ടുണ്ട്. ആ വിക്രവുമായിട്ടുള്ള ബന്ധം അവൾ അവസാനിപ്പിക്കും. പഴയ വേദയായിട്ട് ഈ വീട്ടിലേക്ക് അവൾ തിരിച്ചു വരും. ആ യാഥാർത്ഥ്യ ബോധത്തിലേക്ക് വരാൻ അവൾ ഒരു കൊല്ലം എടുത്തു മാത്രം. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നീ കണ്ടോ, തന്നെ ഇഷ്ടപ്രകാരം തീരുമാനം എടുത്ത ഇതാണ് നിന്റെ കാര്യത്തിൽ സംഭവിക്കാൻ പോകുന്നത്. അതോർത്തോ. വേദ, തന്നെ വല്ലാതിരിക്കുന്നത്. ഇന്ന് ഓഫീസിൽ നിന്ന് വന്നപ്പോ മുതല് മുറിക്കുള്ളിൽ തനിച്ചിരിക്കായിരുന്നെന്ന് ശ്രീജടത്തി പറഞ്ഞല്ലോ. എന്തുപറ്റി? അത് വെറുതെ എന്തോ ഉണ്ട്. ഒന്നുമില്ലെന്നേ. പിന്നെ എന്തിനാ ഇവിടെ വന്ന് തനിച്ചിരിക്കുന്നത്? എന്താ, മനുഷ്യന് തനിച്ചിരിക്കാനും പാടില്ലേ? അങ്ങനെയല്ലല്ലോ പതിവ്. എല്ലായ്പ്പോഴും ഒരേപോലെ പെരുമാറാൻ പറ്റില്ലല്ലോ. മനുഷ്യന്മാരായ ചിലപ്പോ മാറ്റം ഉണ്ടാവും. പക്ഷേ അതിനൊക്കെ ഒരു കാരണം ഉണ്ടാവുമല്ലോ. എല്ലാ കാരണവും എല്ലാവരോടും പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. എല്ലാവരോടും പറയണ്ട, പക്ഷെ എന്നോട് പറയാലോ. എന്തിന്? ശരി, ഒറ്റയ്ക്ക് ഇവിടെ വന്നിരിക്കുന്നതിന്റെ കാരണം പറയണ്ട. എന്നെ ഫോൺ വിളിച്ച എന്തിനാണെന്നെങ്കിലും പറയാലോ. എന്തിനാ മിസ് കോൾ അടിച്ചോണ്ടിരുന്നത്? മിസ് കോളോ? ഞാനോ? അല്ലാതെ പിന്നെ ഞാനാണോ? ഞാൻ വിളിച്ചിട്ടില്ല. 3 തവണ എന്റെ ഫോണിലേക്ക് കോള് വന്നു. 2 തവണ ഞാൻ വിളിച്ചിട്ട് നീ എടുത്തൂല്ല. 3ാമത്തെ തവണ ഞാൻ അറ്റൻഡ് ചെയ്തു. ഒരു മറുപടി നിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. കുറെ വണ്ടികൾ പോകുന്ന ശബ്ദം മാത്രം കേട്ടു. അപ്പൊ എന്റെ ഫോണിൽ നിന്ന് അവര് വിക്രത്തെ വിളിച്ചു കാണും. പക്ഷെ ഫോൺ ലോക്ക്ഡ് ആയിരുന്നല്ലോ. എങ്ങനെ അവർക്ക് പാസ്വേഡ് കിട്ടി? നീ എന്താ ആലോചിക്കുന്നത്? എന്ത് പറ്റി? ഇവിടെ ഒന്നല്ലേ ഉള്ളത്. നീ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞില്ല. അത് ബാഗിൽ കിടന്ന് അറിയാത്ത ഡയലോഗായിരിക്കും. ആ, എനിക്ക് തോന്നി. ഞാൻ നിന്റെ ഓഫീസ് വഴി വരുമ്പോഴായിരുന്നു നിന്റെ ഫോൺ വന്നത്. എന്നാ പിന്നെ നീ അവിടെ ഉണ്ടാവുമെന്ന് കരുതി ഞാൻ അവിടെ വന്നിരുന്നു. അപ്പോ നീ നേരത്തെ പോയിന്ന് പറഞ്ഞു. അപ്പൊ അവിടെ നിന്ന് ഇറങ്ങിയിട്ടും നീ വീട്ടിലെത്തിയത് രാത്രിയിലാണല്ലോ. അതിനിടയിൽ എവിടെ പോയി? നിങ്ങൾക്ക് എന്തൊക്കെ അറിയണം? പിന്നെ ഞാൻ അറിയണ്ടേ? എന്തിന്? ഈ വീട്ടിൽ താമസിക്കുമ്പോ നീ എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു എന്നൊക്കെ ഞാൻ അറിയണ്ടേ? ഞാൻ പറയണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. ഞാൻ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ നിങ്ങൾ അനുസരിക്കാറുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ എന്റെ കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്നുണ്ടോ? വേണം. ഈ വീട്ടിൽ എന്റെ ഭാര്യ എന്ന അധികാരത്തോടെ കയറി താമസിക്കുമ്പോ അത് വേണം. അത് നിങ്ങൾക്ക് വാശി പിടിക്കാം. പക്ഷെ ഞാൻ അനുസരിക്കണമെന്നില്ല എന്ന് മാത്രം. നീ എങ്ങോട്ടേക്ക് പോകുന്നേ? വേണോ? നിനക്ക് എന്താ ഈ പറ്റിയത്? എന്താ പതിവില്ലാതെ ഇങ്ങനെ ഒരു പെരുമാറ്റം? വിക്രം, കൈവിട്. എനിക്ക് അമ്മയുടെ അടുത്തേക്ക് പോകണം. നീ ഇന്ന് എസ് പിയെ കണ്ടിരുന്നോ? ഇല്ല. കാണുമെന്നല്ലേ ഇന്നലെ പറഞ്ഞത്? ഇന്ന് ഓഫീസിൽ നല്ല തിരക്കായിരുന്നു. എന്നിട്ടാണോ ഓഫീസിൽ നിന്ന് നേരത്തെ ഇറങ്ങിയത്? ഞാൻ കരുതിയത് നീ എസ് പിയെ കാണാൻ പോയിരിക്കുന്ന. ഞാൻ നാളെ കണ്ടോളാം. വേണ്ട, ശ്രീനി സാർ എത്തിയിട്ടുണ്ട്. ഞാൻ നാളെ ശ്രീനി സാറിനെ കൂട്ടി പോയി കണ്ടോളാം. ശ്രീനി സാറ് കേസിന്റെ കാര്യം വീണ്ടും ചോദിച്ചു. അതിൽ മാറ്റം ഉണ്ടാവില്ലെന്ന് പുള്ളിക്കാരനോട് പറഞ്ഞേക്ക്. എന്ത് പറ്റി വേദാളത്തിന്? ശബ്ദവും ഭാവവും ഒക്കെ ആകെ തകരാറിലാണല്ലോ. മോള് വാ, വന്നിരിക്കും ചോദിക്കട്ടെ. വന്നു കയറിയപ്പോ മോള് വല്ലാതെ ക്ഷീണിച്ചിരിക്കുകയാണെന്ന് തോന്നി. അതാ പിന്നെ ഞാനൊന്ന് ചോദിക്കാഞ്ഞേ. എന്താ എസ് പി മോളോട് പറഞ്ഞേ? വിശദമായിട്ട് പറ മോളെ. അതമ്മേ, അത്ര വിശദമായിട്ട് സംസാരിക്കാൻ സമയം കിട്ടിയില്ല. എന്നാലും മാഷ് തിരിച്ചു വരുമെന്ന് ഉറപ്പാണെന്നല്ലേ പറഞ്ഞേ? അതെ. അപ്പോ അവര് മാഷെ കണ്ടിട്ടുണ്ടാവും അല്ലേ? അത് ആ സാറ് മാഷെ കണ്ടോന്ന് മോള് ചോദിച്ചോ? അത് കണ്ടോന്ന് എനിക്ക് അറിയില്ല. ചിലപ്പോ തമിഴ്നാട്ടിലെ പോലീസുകാരാകും കണ്ടിരിക്കുക അല്ലേ മോളെ? അതെ, അതാവും. അവര് പറഞ്ഞിട്ടാവും എസ് പി മാഷ് വരുമെന്ന് മോൾക്ക് ഉറപ്പ് തന്നത്. അതെ. എസ് പി പറഞ്ഞപ്പോ മോക്കൊരു വിശ്വാസം തോന്നിയല്ലോ അല്ലേ? അല്ല, മോക്ക് വിശ്വാസം തോന്നിയാ മതി. എനിക്ക് സമാധാന. മോൾ ഉറപ്പ് പറഞ്ഞ ഇപ്പൊ മറ്റൊരാള് പറയുന്നതിനേക്കാൾ എനിക്ക് വിശ്വാസ. അമ്മ വിശ്വസിച്ചോളൂ, മാഷ് ഉറപ്പായും വരും. നിന്നെ ഈ വീട്ടിലേക്ക് മരുമകളായി അയച്ചത് ദൈവമാ മോളെ. ഈ ഒരു അവസ്ഥയില് വിശ്വാസത്തോടു കൂടി മാഷെ കാത്തിരിക്കാൻ എനിക്ക് ധൈര്യം തന്നത് നീയാ. അല്ലെങ്കിൽ മാഷ് പോയിന്നറിഞ്ഞപ്പോ തന്നെ ഞാൻ ജീവൻ അവസാനിപ്പിച്ചേനെ. അവസാനം തിരിച്ചു വരുമ്പോ മാഷിന് ഞാൻ കൂട്ടില്ലാണ്ടായി പോയേനെ. നീ തന്ന ധൈര്യം മോളെ എന്നെ എപ്പോഴും പിടിച്ചു നിൽക്കാൻ പ്രേരിപ്പിക്കുന്നെ. ജീവിതകാലം മുഴുവൻ നീ അമ്മയുടെ അച്ഛന്റെ കൂടെ ഉണ്ടാവില്ലേ? അല്ലെങ്കിലും നീ എവിടെ പോവാനല്ലേ? എനിക്കറിയാം, ഞങ്ങളെ വിട്ട് വേദമോൾ എങ്ങോട്ടും പോവില്ല. ഞാൻ നേർന്ന പോലെ നമുക്ക് ഇത്തവണ അയ്യപ്പ വിളക്ക് നടത്തണം. അടുത്ത വർഷം വിക്രം മലയ്ക്ക് പോകുമ്പോ ഞാനും എന്റെ മാഷും ഒപ്പം പോവും. എനിക്ക് 8 വയസ്സുള്ളപ്പോഴോ മറ്റോ ഞാൻ അമ്മാവന്റെ ഒപ്പം മലയ്ക്ക് പോയിട്ടുണ്ട്. അന്നിത്ര തിരക്കൊന്നുമില്ല. വഴിയിലിറങ്ങി എല്ലാ അമ്പലങ്ങളും തൊഴുത് സത്രങ്ങളിൽ നിന്ന് അന്നദാനം കഴിച്ചുള്ള ഒരു യാത്രയായിരുന്നു അത്. ഇനി ഒരിക്കൽ കൂടി പോണം. അയ്യനെ നേരിൽ കണ്ട് നന്ദി പറയണം. വയറ്റിൽ കിടന്ന് മരിച്ചു പോകുന്ന ഡോക്ടർമാര് പറഞ്ഞ കുഞ്ഞിനെ മാഷ് മല ചവിട്ടിയാ ജീവൻ നൽകിയ അതേ മകൻ അയ്യനെ പ്രാർത്ഥിച്ച് എന്റെ മാഷിനെ തിരിച്ചു തന്നു. കൂടെ ധൈര്യവും വിശ്വാസവും പകർന്ന് മോളും ഒരമ്മയ്ക്ക് ഇത് പരപ്പേറെ എന്താ വേണ്ടത്? കുറച്ചു കാലം കൂടി കഴിയുമ്പോ ഈ വീട് വിറ്റ്
എല്ലാവർക്കും ഭാഗം നൽകണം. ശ്രീജയും വിഷുവും അപ്പോഴേക്കും ഒരു പച്ച പിടിക്കും. അതിനുശേഷം ഒരു കൊച്ചു വീട്ടിലേക്ക് എനിക്ക് മാഷിനും മാറണം. അവിടെ ഞങ്ങൾക്ക് കൂട്ടായി മരണം വരെ മോളും വിക്രവും നിങ്ങളുടെ കുഞ്ഞുങ്ങളും മതി. അമ്മ ഇപ്പൊ അത്രയൊക്കെ ആഗ്രഹിക്കുന്നുള്ളൂ. ഹോ, എന്തോ ഇന്ന് മനസ്സിന് വലിയൊരു ആശ്വാസം. ഇനി അമ്മ ഇത്തിരി കിടക്കട്ടെ. ഹലോ സർ. നീ കിടന്നോ? ഇല്ല സർ. നീ അവളോട് സംസാരിച്ചിരുന്നോ? എന്ത് പറഞ്ഞു? അത് അവള് ഹാജരാവും അല്ലേ? അവളുടെ സ്വഭാവം ഞാൻ പറഞ്ഞിട്ടില്ലേ സർ. ഒരു തീരുമാനം എടുത്താൽ അതിൽ നിന്ന് പിന്നെ അവളെ പിന്തിരിപ്പിക്കാൻ എളുപ്പമല്ല. അത് തന്നെയാണല്ലോ നമ്മുടെ പ്രശ്നം. ഒരു തീരുമാനം എടുക്കാൻ എനിക്കും അറിയാനിട്ടല്ല. പക്ഷെ ഇടയിൽ നീ ഉണ്ടായിപ്പോയി. സാരമില്ല, നിയമത്തിന്റെ വഴിക്ക് വരട്ടെ. അപ്പൊ നോക്കാം. ശരി, നീ കിടന്നോ. എന്നിട്ട് നാളെ നേരത്തെ വാ. SP യെ കണ്ടു കഴിഞ്ഞിട്ട് എനിക്കിത്തിരി ജോലി വേറെയുണ്ട്. നീ വിക്രമിനെ ഉപേക്ഷിച്ച് വീട്ടിലേക്ക് വന്നിരിക്കണം. നീ അതിന് സമ്മതിച്ച സുധാകര മാഷ് ജീവനോടെ വീട്ടിലെത്തും. ഇനി നീ സമ്മതിച്ചില്ലെങ്കിലോ ഇത് ആരോടെങ്കിലും പറഞ്ഞാലോ അപ്പോഴും മാഷ് വീട്ടിലെത്തിയിരിക്കും. പക്ഷേ കടപ്പുറത്ത് നിന്ന് അഴുകിയ നിലയിലാണെന്ന് മാത്രം. കുറച്ചു കാലം കൂടി കഴിയുമ്പോ ഈ വീട് വിറ്റ് എല്ലാവർക്കും ഭാഗം നൽകണം. ശ്രീജയും വിഷുവും അപ്പോഴേക്കും ഒരു പച്ച പിടിക്കും. അതിനുശേഷം ഒരു കൊച്ചു വീട്ടിലേക്ക് എനിക്ക് മാഷിനും മാറണം. അവിടെ ഞങ്ങൾക്ക് കൂട്ടായി മരണം വരെ മോളും വിക്രവും നിങ്ങളുടെ കുഞ്ഞുങ്ങളും മതി. അമ്മ ഇപ്പൊ അത്രയൊക്കെ ആഗ്രഹിക്കുന്നുള്ളൂ. വേദ കുറെ നേരമായിട്ട് ബെല്ല് ചെയ്യുന്നു. ഹലോ ദീപ്തി. ചേച്ചി ഫ്രീ ആണല്ലോ അല്ലേ ഇപ്പൊ? എന്താ? എനിക്കൊരു കാര്യം ചോദിക്കാനാ. സത്യം പറയണം. എന്താ കാര്യം? ചേച്ചിക്ക് അവിടെ എന്താ പ്രശ്നം? എനിക്ക് മനസ്സിലായില്ല. വിക്രം ചേട്ടനുമായിട്ട് ചേച്ചിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താ അങ്ങനെ ചോദിക്കാൻ? അല്ല, ഇന്നലെ രാത്രി ശ്രീയേട്ടൻ പറഞ്ഞു. എന്ത് പറഞ്ഞു? വിക്രം ചേട്ടനായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ച് ചേച്ചി തിരിച്ച് വീട്ടിലേക്ക് വരാൻ പോകുന്നു. ഞാനും വരണമൊക്കെ ചേച്ചിയുടെയും വിക്രം ചേട്ടന്റെയും വാക്ക് വിശ്വസിച്ചായിരിക്കുന്നത്. ആ സമയത്ത് ചേച്ചി ഇങ്ങനെയാണോ ചെയ്യാൻ പോകുന്നത്? ദീപ്തി, എല്ലാ കാര്യങ്ങളും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നീ ഫോൺ വെക്ക്, നമുക്ക് പിന്നീട് സംസാരിക്കാം. അതെന്താ എനിക്ക് മനസ്സിലാവാത്തെ? ഞാൻ നിന്നെ പിന്നെ വിളിച്ചോളാം. വേണ്ട, എനിക്ക് ഒറ്റ കാര്യം മാത്രം അറിഞ്ഞാൽ മതി. ശ്രീയേട്ടൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ? ദീപ്തി, അത് എന്റെ കൂടി വീടാണല്ലോ. അവിടെ വരണോ വേണ്ടയോ എന്നത് അത് എന്റെ തീരുമാനമാണ്. ചിലപ്പോ ഞാൻ വരും. എനിക്ക് ഇഷ്ടമുള്ളിടത്തോളം കാലം ഞാൻ ചിലപ്പോ താമസിക്കും. അത് തടയാൻ ആർക്കും അവകാശമില്ല, അച്ഛന് പോലും. മനസ്സിലായോ? അപ്പൊ ശ്രീയേട്ടൻ പറഞ്ഞത് സത്യമാണല്ലേ? എന്തോ പ്രശ്നം നിങ്ങൾക്കിടയിലുണ്ടല്ലേ? ദീപ്തി, നീ ഫോൺ വെക്ക്, നമുക്ക് നേരിട്ട് കാണുമ്പോ സംസാരിക്കാം. ഞാനിപ്പോ നല്ല മൂഡിലല്ല. ഹലോ വിക്രം, പുറത്തേക്ക് പോവാണോ? അതെ, വർക്ക്ഷോപ്പിലേക്ക്. എന്നാ പിന്നെ വേദയും കൂടെ കൊണ്ടുപോയിക്കൂടെ? അവക്കും പോകാനുള്ള സമയമായല്ലോ. അതും ശരിയാ. എന്നാ പിന്നെ അങ്ങനെ ആവാം. അല്ല, ശ്രീജയുടെ ഇന്ന് പലഹാര കമ്പനി തുറന്നില്ലേ? ഇല്ല, ഞാൻ ആ ചേച്ചിയോട് കുറച്ച് ദിവസത്തേക്ക് വരണ്ടെന്ന് പറഞ്ഞു. അച്ഛന്റെ കാര്യം ഒന്ന് അറിയട്ടെ. ഇപ്പൊ ഒന്നും ചെയ്യാനേ തോന്നുന്നില്ല. ഞാനിന്ന് SP യെ കാണുന്നുണ്ട് ശ്രീജയുടെ. എന്തെങ്കിലും തീരുമാനം പെട്ടെന്ന് എടുക്കണം. എന്നാ ശരി, ശരി. ഞങ്ങൾ ഇറങ്ങാം. വാ, കേറ്. എങ്ങോട്ട്? പോകുന്ന വഴിക്ക് ഞാൻ ഓഫീസിൽ വിടാന്നേ. വേണ്ട, ഞാൻ പൊയ്ക്കോളാം. ഞാൻ ആ വഴിക്കാണെന്നേ. വേണ്ടെന്നേ. ഞാൻ നിനക്ക് വേണ്ടി എത്രയും നേരം വെയിറ്റ് ചെയ്തത്. ഞാൻ പറഞ്ഞു കാത്തു നിൽക്കാൻ. ഇല്ലല്ലോ. എന്തായാലും വിക്രം ആ വഴിക്കല്ലേ, കൂടെ പൊക്കൂടെ നിനക്ക്. എന്തോ പ്രശ്നമുണ്ടല്ലോ ശ്രീജയുടെ. എന്താണെന്ന് പിടികിട്ടുന്നില്ല. ഇന്നലെ വന്ന് കേറിയപ്പോ മുതൽ മൂഡ് ഓഫാ. എന്ത് ചോദിച്ചിട്ടൊന്നും മിണ്ടുന്നുമില്ല. പിന്നെ ഇന്നലെ രാത്രി ഒരു കാര്യം ഉണ്ടായി. ഇത്തിരി വെള്ളം എടുക്കാനായി മുറിന്ന് അടുക്കളയിലേക്ക് വന്നതാ ഞാൻ. എന്താ വേദ ഇവിടെ ഇരിക്കുന്നത്? വേദ കിടന്നില്ലായിരുന്നോ? എന്താ ഇവിടെ ഇരുട്ടത്ത് വന്നിരിക്കുന്നത്? വേദേ, എന്ത് പറ്റി? എന്തിനാ ഇവിടെ ഇരുട്ടത്ത് ഒറ്റയ്ക്ക് വന്നിരിക്കുന്നത്? ഒന്നുമില്ല ശ്രീജടുത്ത്. ഇത് നീയും വിക്രമും കൂടി ഡൈവേഴ്സിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന മ്യൂച്വൽ പെറ്റീഷൻ. അതിൽ നീ സൈൻ ചെയ്ത് എനിക്ക് തന്നേക്ക്. നീ വീട്ടിൽ വന്നതിന് ശേഷം അവന് ഞാൻ അയച്ചോളാം. അച്ഛന്റെ തിരോധാനത്തിന് പിന്നിൽ ശ്രീനി സാറാണോന്ന് നീ ചോദിച്ചില്ലേ? അതുപോലെ അതിൽ നിന്റെ ചേട്ടൻ എന്തെങ്കിലും പങ്കുണ്ടോ? ഒന്ന് ഒറ്റയ്ക്ക് വിടാമോ? അതോ ഞാൻ ഇവിടെ എഴുന്നേറ്റ് പോണോ?